ഫാമിലി കിച്ചൺ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ സ്പെഷ്യൽ കൊഞ്ച് ഫ്രൈ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കൊഞ്ച് എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ഈ പുറന്തോടൊന്നും കളയാതെയാണ് ഞാനിവിടെ ഇത് കൊഞ്ച് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈ തലഭാഗത്തുള്ള കാല് പോലത്തെ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഭാഗവും കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കത്രിക ഉപയോഗിച്ചിട്ടാണെങ്കിൽ കുറേയും കൂടി എളുപ്പമാണ്. കത്തി കൊണ്ട് കുറച്ച് വിഷമമാണ്. ഈ നടുഭാഗത്ത് നിന്നിട്ട് കുറച്ച് താഴ്ത്തിയിട്ട് നമ്മൾ സെൻട്രൽ ഭാഗത്തു കൂടെ ഈ വാലറ്റം വരെ കൊണ്ടുപോരുക. അതിനുശേഷം ഈ തലഭാഗത്ത് നമ്മൾ കുറച്ച് ഭാഗം കട്ട് ചെയ്യാം. അപ്പോൾ ഈ നടുഭാഗത്ത് കാണുന്ന ഈ കറുത്ത ഭാഗം ഉണ്ടല്ലോ, നമ്മൾക്ക് എപ്പോഴും കറിയാലൊരു നാര് പോലത്തെ ഭാഗം, അത് നമ്മൾ ഒരു കത്തി ഉപയോഗിച്ചിട്ട് എടുത്ത് കളയണം. അത് ഈ വാലറ്റം വരെ ഉണ്ടായിരിക്കും ഈ ഭാഗം. അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, വാലിൻ്റെ ഈ ഭാഗത്തും കൂടിയിട്ട് ഈ കറുത്ത ഭാഗം ഉണ്ടെങ്കിൽ അത് കൂടി എടുത്ത് കളയണം. അപ്പോൾ ഇത് മുഴുവൻ ഇവിടെ ക്ലീൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഈ തലയുടെ ഭാഗത്ത് എപ്പോഴും ഇത് ഒന്ന് പൊന്തിച്ച് വയ്ക്കാനായിട്ട് പറ്റും. ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഈ ഭാഗത്ത് ഒരു കറുത്ത ഭാഗമുണ്ട്, ഒരു സഞ്ചി പോലത്തെ ഒരു ഭാഗമുണ്ട്, അതുകൂടെ എടുത്ത് കളയണം. ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഉപ്പും വിനീഗറും ചേർത്തിട്ട് നന്നായി ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ കറുത്ത ഭാഗത്തൊരു സഞ്ചി പോലത്തെ ഒരു ഭാഗമുണ്ട്, അതെപ്പോഴും എടുത്ത് കളയണം. നമ്മൾ ശരിക്കും കാണുന്നില്ല ഇതിൽ. ചില ഭാഗത്ത് ചിലപ്പോൾ ഇത് നന്നായിട്ട് കറുത്തിട്ട് അഴുക്കോട് കൂട്ടിയിട്ട് കാണാം, ചിലപ്പോൾ ഇതിൽ കാര്യമായിട്ടൊന്നും കാണില്ല. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയാണെങ്കിൽ ചെമ്മീന് കുഴപ്പമൊന്നും, ഷേപ്പിനൊന്നും കുഴപ്പമൊന്നും വരില്ല. അതേപോലെ തന്നെ ഇട്ടുണ്ട്. ഈ ഭാഗങ്ങളൊന്നും ഞാൻ കളയുന്നില്ല. ഒരെണ്ണം കൂടി ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതുപോലെ ചെമ്മീൻ എടുക്കുക നമ്മൾ. പിന്നെ ആദ്യം തന്നെ ഈ ഭാഗത്തുള്ള കാല് പോലത്തെ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയാം. ഈ ഭാഗം കുറച്ച്, ഒരുപാട് നമ്മൾ ഇറക്കി കട്ട് ചെയ്യേണ്ട കാര്യമില്ല, ചെയ്യാം. അതിനുശേഷം തിരിച്ച് പിടിച്ചിട്ട് ഇതുപോലെ ഈ നടുഭാഗത്തുനിന്ന് കുറച്ച് താഴ്ത്തിയിട്ട് ഇതേപോലെ അറ്റം വരെ, വാലറ്റം വരെ ഇത് കട്ട് ചെയ്ത് കൊണ്ടുവരിക. അതുപോലെ തലയുടെ ഭാഗം കുറച്ച് കട്ട് ചെയ്യുക, ഒരുപാട് കട്ട് ചെയ്യേണ്ട, കുറച്ച് കട്ട് ചെയ്താൽ മതി. അതിനുശേഷം ഒരു കത്തി എടുത്തിട്ട് ഈ സെൻട്രൽ ഭാഗത്ത് കാണുന്ന ഭാഗം നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഈ കറുത്ത ഭാഗം നമ്മൾ എടുത്ത് കളയാം. കണ്ട ഈ ഭാഗത്ത് വാലറ്റം വരെ നമ്മളത് ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ ഭാഗത്തൊക്കെ കറുത്ത ഭാഗം ഉണ്ടാവും. അപ്പോൾ ഈ ഭാഗത്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇതിന് ശേഷം നമ്മൾ ഈ തലയുടെ ഭാഗത്ത് കത്തിയുടെയും മുന കൊണ്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ചില ചെമ്മീൻ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തലയിൽ ഒരുപാട് അഴുക്ക്, ഒരു സഞ്ചി പോലെ ശരിക്കും കാണാൻ പറ്റും. കണ്ട ഇത് ഈ ഒരു ഭാഗമാണ് നമ്മൾ എടുത്ത് കളയേണ്ടത്. അത് എല്ലാത്തിലും ഉണ്ടാവും. ചിലതിൽ അഴുക്ക് കൂടുതലുള്ള പോലെ തോന്നും, ചിലതിലധികം കാണില്ല. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് ഇതേപോലെ നിൽക്കുക. പിന്നെ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ നന്നായിട്ട് ഉപ്പും വിനീഗറൊക്കെ എടുത്തിട്ട് ഈ തലയുടെ ഈ ഭാഗവും ഇതിൻ്റെ ഈ ഭാഗവും അടിഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. എന്നിട്ടത് നമുക്ക് നല്ല വെള്ളം വാർത്തി വെക്കണം. ബാക്കിയുള്ള ചെമ്മീൻ കൂടി ഇതേപോലെ നമുക്ക് ക്ലീൻ ചെയ്ത് വെക്കാം. ചെമ്മീൻ ഇവിടെ എല്ലാതും ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇത് ഇനി നമുക്ക് മസാല പുരട്ടി വയ്ക്കാം. അതിനേക്കാൾ മുമ്പ് എല്ലാവരോടായി എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയാനുണ്ട്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 1.5 മാസമൊക്കെ ആയി. അപ്പോൾ എനിക്കിപ്പോൾ 100 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തവർക്കും എൻ്റെ വീഡിയോസ് കാണുന്നവർക്കും ഒരുപാട് താങ്ക്സ് എനിക്ക് പറയാനുണ്ട് ഈ ഒരു അവസരത്തിലായിട്ട്. പിന്നെ ഒരു റിക്വസ്റ്റാണ്, ഇത് യൂട്യൂബ് ചാനൽ ഇത് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് പ്രസ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഞാൻ പുതിയതായി തുടങ്ങിയതുകൊണ്ട് എനിക്കധികം സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല. അപ്പോൾ പതുക്കെ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം, എന്തൊക്കെയാണെന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഞാനത് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്കിനി മസാല വരട്ടി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ചെമ്മീനിലേക്ക് വേണ്ട മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. ലെമൺ ജ്യൂസ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, വെള്ളം. അപ്പോൾ നമുക്കിത് മസാലകളെല്ലാം
ഒന്നിച്ചാക്കി നമുക്ക് ഈ ചെമ്മീനിലോട്ട് പുരട്ടി വയ്ക്കാം. കുരുമുളക് പൊടി നമുക്ക് 1 ടേബിൾ സ്പൂൺ വേണം. ടേബിൾ സ്പൂൺ നിറച്ചെടുക്കാം. കൂടുതൽ എരിവ് ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടി കൂടുതൽ ചേർക്കാം. നമുക്കിനി മസാല ഒന്ന് ചേർത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ലെമൺ ജ്യൂസ് 1 ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, ചെറിയ സ്പൂണാണ്, സ്മോൾ സ്പൂണാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതുപോലത്തെ അതിനേക്കാൾ കുറച്ച് വലിപ്പമുള്ള ചെറിയ സ്പൂൺ തന്നെയാണ്. നമുക്ക് 1.5 സ്പൂൺ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പ് ചെറിയ സ്പൂണിലാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് മസാല ചെറിയ സ്പൂണാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ നമുക്കിനി നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ചധികം ഇതിൽ പോയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, കുരുമുളക് പൊടിയാണ് എരിവിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഉപ്പ് നമുക്ക് നോക്കാം എത്രയാണെന്ന്. ഉപ്പ് പാകത്തിനുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെമ്മീനിൽ പെട്ടെന്ന് കൂടുതൽ ഉപ്പ് പിടിക്കും. അപ്പോൾ ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നമുക്കിനി ഇത് മസാല പുരട്ടി വയ്ക്കാം. ഈ ചെമ്മീനിൽ നമ്മൾ പരട്ടി വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഷെല്ലിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ മസാല പരട്ടി കൊടുക്കാനായിട്ട്. നന്നായി പരട്ടി കൊടുക്കണം. ഇത് ഈ ഷെല്ലോട് കൂടി ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എപ്പോഴും ഇതുപോലെ ഇത് ഷെല്ലുള്ളത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്നും മസാല പിടിക്കില്ല. അപ്പോൾ ഈ ഷെല്ല് പതുക്കെ ഇതേപോലെ തുറന്ന് പിടിച്ചിട്ട് നമുക്ക് ഇതിനോട്ട് മസാല പരട്ടി കൊടുക്കണം. തലയുടെ ഭാഗത്തൊക്കെ നമുക്ക് പരട്ടി കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്ത ഉടനെ തന്നെ ഇത് നമ്മൾ കഴിക്കണം, എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും അറിയുള്ളൂ. ഇത് തണുത്ത് കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് കുറവായിരിക്കും. കാരണം ഇത് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ക്രഞ്ചിയാണ്. ഇത് കഴിക്കുമ്പോൾ നല്ല ശബ്ദത്തോട് കൂടിയിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇത് മുറുക്കൊക്കെ കഴിക്കുന്ന പോലെ ഭയങ്കര ഈ ഷെല്ല് കഴിക്കുന്ന ശബ്ദം നമുക്ക് കിട്ടും ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ ചൂടോടെ തന്നെ ഇത് കഴിക്കാൻ ശ്രദ്ധിക്കണം എപ്പോഴും. പിന്നെ ഫ്രഷ് ചെമ്മീനായിരിക്കണം നമ്മൾ ഇതിനായിട്ട് ഇങ്ങനെ ഷെല്ലോട് കൂടി ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. കുറച്ച് പഴയ ചെമ്മീനൊക്കെ ആണെങ്കിൽ തലയൊക്കെ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കണ്ട് ഇതേപോലെ ഒന്ന് തൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് അകത്തി കൊടുത്തിട്ട് നമ്മൾ അവിടെയൊക്കെ ഈ മസാല പരത്തി കൊടുക്കണം. അല്ലെങ്കിൽ ഈ ഭാഗത്തേക്കൊന്നും മസാല എത്തില്ല. കണ്ടോ, ഈ ഭാഗത്തൊക്കെ ഇതേപോലെ ചെറുതായിട്ട് പെട്ടെന്ന് ഒരുപാട് ഇങ്ങനെ ശക്തിയിൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ തൊണ്ട് ഇങ്ങനെ അടന്നു പോരും. അപ്പോൾ ഇതേപോലെ നമ്മൾ പരട്ടി വെച്ച് ഇതിൻ്റെ തല ഇതുപോലെ പോരുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ ഇതിനുള്ളിലോട്ട് വെച്ച് ഷേപ്പിലാക്കി തീർക്കണം. അപ്പോൾ നമുക്കിതെല്ലാം മസാല പരട്ടി വയ്ക്കാം. അതിനുശേഷം ഈ ചെമ്മീനിലോട്ട് നമുക്കൊരു ടൂത്ത് പിക്ക് കുത്തി ഇറക്കിയിട്ട് നമുക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നിർത്താം. അതല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഇതേപോലെ വളഞ്ഞു പോവും. അത് ഒഴിവാക്കാനായിട്ടാണ് ടൂത്ത് പിക്ക് നമ്മൾ ഇതിൽ കുത്തി കൊടുക്കുന്നത്. അപ്പോൾ ടൂത്ത് പിക്ക് എല്ലാവർക്കും കുത്തണം നിർബന്ധമൊന്നുമില്ല. ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതേപോലെ ടൂത്ത് പിക്ക് കുത്തുന്നത്. ഈ ബാക്കിയുള്ള ചെമ്മീനിൽ കൂടി നമുക്ക് മസാല പരട്ടി വയ്ക്കാം. എല്ലാ ചെമ്മീനിലും ഇവിടെ മസാല പറ്റി കഴിഞ്ഞു. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഗരം മസാലപ്പൊടി ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കാൻ മറന്നുപോയി പെട്ടെന്ന്. പിന്നെ ഇതിൽ ചേർക്കുമ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു ചെറിയ സ്പൂണിൽ 1/2 സ്പൂണ് ഗരം മസാലപ്പൊടി ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ക്ഷമിക്കണം അത്. അതിനുശേഷം നമുക്കിനി ഇതിലോട്ട് ടൂത്ത് പിക്ക് കുത്തി കൊടുക്കാം. അപ്പോൾ
ടൂത്ത് പിക്ക് എല്ലാവർക്കും വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഈർക്കിളി ഉണ്ടാവുമല്ലോ, നന്നായി പുറത്ത് പച്ചോലയുടെ ഈർക്കിളി നമുക്ക് എടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ ചൂല് ഒഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാത്ത ചൂലിൻ്റെ ഈർക്കിളി ഇതേപോലെ തുമ്പഭാഗം എടുത്തിട്ട്, അതല്ലെങ്കിൽ പൊളിച്ചിട്ടായാലും മതി, ഇതേ വലുപ്പത്തിൽ എടുത്തിട്ട് നമുക്കിതിലോട്ട് കുത്തിയിറക്കാം. അത് ഇത് നിർബന്ധമൊന്നുമില്ല. ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ചുരുണ്ട് പോവാതിരിക്കാനാണ് ഞാനിവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. സെൻറ്റർ കൂടെ വേണം കുത്തിയിറക്കാനായിട്ട്. ഇത് ഈ ഭാഗത്തോടെ പുറത്ത് വരാതെ ശ്രദ്ധിക്കണം. ഞാൻ ഒരെണ്ണം കൂടി കാണിച്ചു തരാം. ഇതേപോലെ ബാലിൻ്റെ അറ്റത്തേക്ക് നമ്മൾ കുത്തിയിറക്കാം. അപ്പോൾ അത് മനസ്സിലായില്ലേ ഇതിപ്പോൾ എങ്ങനെയാണ് കുത്തിയിറക്കുന്നതെന്ന്? ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഇറക്കിയിട്ട് ഈ പാലിൻ്റെ ഭാഗം വരുമ്പോൾ ഒന്ന് സ്ട്രെയിറ്റ് പിടിച്ചു കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പുറത്തോട്ട് കാണിക്കും. ഇതേപോലെ എല്ലാതും നമുക്ക് ടൂത്ത് പിക്ക് കൊണ്ട് കുത്തിയിറക്കാം. എല്ലാ ചെമ്മീലും ഞാൻ ടൂത്ത് പിക്ക് ഇതുപോലെ കുത്തി കൊടുത്തു കഴിഞ്ഞു. ഇത് അരമണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വെക്കണം. 1 മണിക്കൂറൊക്കെ വെച്ചാൽ, അതിലധികം സമയം വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൽ മസാലയെല്ലാം നന്നായി പിടിച്ചിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ മീൻ പൊരിക്കാൻ എടുക്കുമ്പോൾ മസാല തോനെ പരട്ടും. അത്രയ്ക്കധികം കട്ടിയായിട്ട് ഇതിൽ മസാല പരട്ടേണ്ട ആവശ്യമില്ല. അത് കുരുമുളക് പൊടിയൊക്കെ മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർക്കുമ്പോൾ, അതുപോലെ തന്നെ കുറച്ചും കൂടി ലൂസായിട്ട് വേണം ഇതിൻ്റെ മസാല നമ്മൾ തയ്യാറാക്കാനായിട്ട്. 2-3 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട്, കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് മസാല നന്നായി തേച്ച് പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം പോലെ ഇരുന്നാലാണ് പെട്ടെന്ന് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് പറ്റാനായിട്ട് സൗകര്യം. അപ്പോൾ നമുക്കിത് കുറച്ച് സമയം മാറ്റി വയ്ക്കാം മസാലയൊക്കെ നന്നായി പിടിക്കാനായിട്ട്. അതിനുശേഷം നമുക്കിത് ചെറു തീയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ ഇവിടെ 1 മണിക്കൂറിലധികമായി മസാല പരത്തി വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടായതിന് ശേഷം നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്കിവിടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ തീ കുറച്ചിട്ടിട്ട് വേണം നമ്മളിവിടെ ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഓയിലൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. കാരണം ഇത്രയും ചെറിയ ഫ്ലെയിമിലാണ് ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. നമുക്കിത് വേവുന്നവരെ ഇരിക്കാം. ഇത് ഇടയ്ക്ക് ഒന്ന് പതുക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. മൂടി വയ്ക്കാതെയാണ് ഞാനിവിടെ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കൊന്ന് നമുക്കിത് ആയോ എന്ന് നോക്കാം. ഒരു വശം ആയി വരുന്നു. അപ്പോൾ ഒന്നുകൂടി ആയതിനു ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചു, അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ഇടയ്ക്ക് ചുറ്റിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു സൈഡിൽ മാത്രം ഓയിലായി ആ ഭാഗത്ത് മാത്രം കൂടുതൽ മൊരിയും. ഇവിടെ ഒരു 5 മിനിറ്റായി ഞാനിപ്പോൾ ഇവിടെ ഇത് ഫ്രൈ ചെയ്യാനിട്ടിട്ട് നമുക്കിത് ഈ വശം മൊരിഞ്ഞൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഈ വശം മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എല്ലാം മറിച്ചിട്ട് കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കുന്നത് ചെറു തീയിൽ തന്നെ വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. ഒരുപാട് തീ കൂടുതൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉള്ളിൽ വേവുകയും ചെയ്യില്ല.
വശമെല്ലാം നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറ്റേ വശം കൂടി മൊരിയാനായിട്ടിരിക്കാം. ഏകദേശം 5 മിനിറ്റോളായി ഞാനിവിടെ ഈ ചെമ്മീൻ അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട്. അപ്പോൾ നമുക്കിത് ആയോ എന്ന് നോക്കാം. ഇനി കൂടുതൽ ഓയിൽ ആവശ്യമുള്ളവർക്ക് 1 ടീസ്പൂണോ 2 ടീസ്പൂണോ കൂടുതൽ ഒഴിച്ച് കൊടുക്കാം. ഇത് പുതിയ ഫ്രൈ പാൻ ആയതുകൊണ്ടാണ് നമുക്ക് വളരെ കുറച്ച് ഓയിൽ ഒഴിക്കേണ്ടി വന്നുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ ഫ്രൈ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനനുസരിച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഈ വശമൊക്കെ മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്യണം. ചൂടോടെ തന്നെ കഴിക്കുമ്പോഴേ ഇത് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നുള്ളൂ. ഇതിൻ്റെ ഷെല്ലോട് കൂടി കഴിക്കുമ്പോൾ വളരെ കുറച്ച് ഓയിൽ ഞാനിതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. എപ്പോഴും ചെറു തീയിൽ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ഓയിൽ മതിയാവും. അപ്പോൾ നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം. നമുക്കിതിന് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. കൊഞ്ച് ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് 300 ഗ്രാമാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. അത് എത്രയാണ് എടുത്തിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. 15 എണ്ണം കണക്കാക്കിയിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് മസാല ചേർക്കണം. ഇതിൽ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ എടുത്ത അളവിനേക്കാൾ ഇരട്ടി മസാല ചേർത്തിട്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.